അപ്പം നമ്മളിങ്ങനെ യാത്ര കാട്ടാക്കടയിൽ നിന്ന് ബാലരാമപുരത്തേക്കുള്ള യാത്ര എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. എരുത്താവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കേരള പളനി എന്ന് പറയുന്ന ഒരു ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. കേരള പളനി എന്നാണ് അറിയപ്പെടുന്നത്. നോക്കുമ്പോൾ തന്നെ അറിയാം, പളനിമല പോലെ കുറേ സ്റ്റെപ്പുകൾ ഇങ്ങനെ കാണാം. കയറി ഉയരെ ചെല്ലുമ്പോഴാണ് ഈ ക്ഷേത്രം. അവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ ഈ ഭാഗങ്ങൾ കംപ്ലീറ്റ് കാണാമെന്ന് പറയപ്പെടുന്നു. അപ്പോൾ ആ ഒരു കാഴ്ച ഒന്ന് കാണാനും ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാനും നമുക്ക് മേളിലേക്ക് കടക്കാം. പതുക്കെ നടക്കാം. മുരുക കോഴി മതിലിൻ്റെ പുറത്തൊരു കോഴി നിൽക്കുന്നു. കണ്ടാൽ ഉദയ സ്റ്റുഡിയോയുടെ മുകളിൽ ഇരിക്കുന്ന കോഴിയെ പോലൊക്കെ തോന്നും. പക്ഷേ ഉദയ സ്റ്റുഡിയോ അല്ല, നമ്മൾ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്. അതെ അതെ, ഇവിടുത്തെ ഓരോ സ്റ്റെപ്പുകളും ഓരോ ഭക്തരുടെ സംഭാവനയാണ്. അവരുടെ എല്ലാം പേരടിച്ചു വെച്ചിട്ടുണ്ട്. ചില സ്റ്റെപ്പുകളൊക്കെ ഇളകിയെങ്കിലും പേരുകൾ ഇളകിയിട്ടില്ല. ഏതാണ്ട് 400ഓളം പടികളുണ്ട്. ചവിട്ടി പതുക്കെ നമുക്ക് കയറാവുന്നേ ഉള്ളൂ. വലിയ ആയാസമില്ലാതെ നമുക്ക് കയറാൻ പറ്റുന്ന പടികളാണ്. എങ്കിലും ഭൂമി ഉയരങ്ങളിലേക്ക് പോകും തോറും നമ്മളുടെ കിതപ്പ് കൂടും. വയസ്സുമാകും തോറും കിതപ്പ് കൂടും. അതുകൊണ്ട് നന്നായിട്ട് ഞാൻ കിതയ്ക്കുന്ന ശബ്ദം എനിക്ക് തന്നെ കേൾക്കാം. നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അയ്യോ, അങ്ങനെ നടന്ന് ഏതാണ്ട് നമ്മൾ മുകളിലെത്താറായി. ഇത് കേരള പളനി എന്ന് അറിയപ്പെടുന്നല്ലേ? വേറെ എന്തെങ്കിലും ആചാരങ്ങളോ വിശേഷങ്ങളോ എല്ലാം പ്രത്യേകിച്ച് എന്തെങ്കിലും ഇവിടുത്തെ തിരക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ആണ് പ്രധാനമായിട്ടും തിരക്കുള്ളത്. ഇവിടുത്തെ ഒരു ഇത് തട്ട് അല്ല, ഈ തട്ട് ആ ശരി. അപ്പോൾ ഇത് അവിടെ പോകുന്നൊരു ക്ഷേത്രത്തിൽ പോകുന്നവർ കൊണ്ടുപോകുന്ന ഒരു സംഭവമാണ് അല്ലേ? അവിടെ ഒരു സമാധി മണ്ഡപം ഉണ്ടല്ലോ, അതെന്താണെന്ന് അറിയാമോ? അത് ഇപ്പോഴും തുടങ്ങിയത്. ഇപ്പോഴൊരു സ്വാമിയൊന്നും സ്ഥലം വാങ്ങിച്ച് പന്ത്രണ്ട് ക്ഷേത്രത്തിന് ഡെവലപ്പ് ചെയ്താണ്. അന്ന് ഇത്രയും വലിയ ഇതല്ലായിരുന്നു. ശരി. അപ്പോൾ എന്തായാലും കേരള പളനി എന്നാണ് അറിയപ്പെടുന്നത്. അത് പ്രധാനമായിട്ട് ഈ സ്റ്റെപ്പ് ഉള്ളതുകൊണ്ടാണ്, അതോ മുരുകക്ഷേത്രം ആയതുകൊണ്ടാണ്? ഞായറാഴ്ചകളിൽ നല്ല തിരക്കാണ്. ദൂരം കുട്ടികൾ മുടിയെടുക്കണ, കൊച്ചുമക്കൾക്ക് മുടിയെടുക്കണ തിരുച്ചെന്തൂർ കുമാരവല്ലിൽ പോണവരെല്ലാം ഇവിടെയാണ് ഇപ്പോൾ വരുന്നത്. തലമുണ്ടനം ചെയ്യാം. 3 പേരുണ്ട്. ശരി. അത് എല്ലാ ദിവസവും അല്ലേ? എല്ലാ ദിവസവും 11:30 നട അടയ്ക്കും. രാവിലെ 5 മണിക്ക് തുടങ്ങും. ഇത് തന്നെ പ്രധാന വഴി. എത്ര സ്റ്റെപ്പ് കാണും ഉദ്ദേശം? അറിയാം, 385 പടികളാണ്. കുറേ കാലമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കച്ചവടം ചെയ്യില്ലേ? അന്ന് ക്ഷേത്രത്തിൻ്റെ പ്രധാനമായിട്ടും ബന്ധപ്പെട്ടുള്ള കച്ചവടം തന്നെയായിരുന്നു. മുകളിൽ ക്ഷേത്രത്തിൻ്റെ കവാടത്തിന് സമീപം എത്തിയതിന് ശേഷം താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയും മനോഹരമാണ്. പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂപ്രദേശം. വെള്ളനാട്, ആര്യനാട്, കാട്ടാക്കട തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. എന്തായാലും അതും മനോഹരമായ ഒരു കാഴ്ചയാണ്. ഭൂമിയുടെ ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ അല്പസമയം ചെലവഴിക്കാൻ നമുക്ക് ഈ കേരള പളനി ഉത്തമമാണ്. അവിടെ ഇതൊക്കെ തന്നെ
അങ്ങനെ നമ്മൾ കേരള പളനി എന്ന് പറയപ്പെടുന്ന എരുത്താവൂർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കയറി തിരിച്ചിറങ്ങി പോവുകയാണ്. ഇവിടെ പളനിയിൽ പോലെ തലമുണ്ടനം ചെയ്യുക തുടങ്ങിയുള്ള എല്ലാ വിശേഷങ്ങളും ഇവിടെ ഉണ്ട്. മറ്റൊരു പ്രത്യേകത ഉള്ളതെന്ന് പറഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ധ്രുവം എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഈ പടിക്കെട്ടുകളൊക്കെ ഉപയോഗിച്ചൊരു സിനിമാ പാട്ട് പോലും ചിത്രീകരിക്കുകയുണ്ടായി, ധ്രുവം എന്ന് പറയുന്ന സിനിമയിൽ. അപ്പോൾ അങ്ങനെ ഒരു ഓർമ്മയും കൂടെ ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ക്ഷേത്രത്തിൽ നിന്ന് കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ഈ പ്രദേശങ്ങളൊക്കെ ഒന്ന് കാണാം. അത് ഞാനും കണ്ടു. ഇനി നമ്മൾ തിരിച്ചിറങ്ങി പോകുന്നു. അടുത്ത സ്ഥലത്തേക്ക് പോകണ്ടേ, അതിന് വേണ്ടിയുള്ള പോക്കാണ്. പിന്നെ ഇത് കാണുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് പടികൾ കയറിയതല്ലേ, ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് വിട്ടാൽ അടുത്ത പടി കയറാനുള്ള ഒരു ഊർജ്ജമാവത്തില്ലേ.